പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ പാർട്ടിയുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ കാര്യം പാർട്ടിയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ പൊതുജനങ്ങളുടെ മനസ്സിൽ പാർട്ടിക്കുള്ള ഇമേജ് നിലനിർത്തുക ഇതിൻ്റെ വശങ്ങളൊക്കെ ആലോചിച്ച് തന്നെയാണ് KPCC ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ആ തീരുമാനം AICC അംഗീകരിച്ചു. അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ ഇവയ്ക്ക് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരുപാട് സംഭവങ്ങൾ കേരളത്തിലുണ്ട്. അപ്പോൾ അതിന് ഓരോ പേരുകളെടുത്ത് പറയാനുള്ള ഉദ്ദേശിക്കുന്നത് ആ സംഭവങ്ങളിലൊന്നും ആരും എടുക്കാത്ത ഏറ്റവും ധീരമായ ഒരു നടപടിയാണ് കോൺഗ്രസ് പാർട്ടി ഈ പ്രാവശ്യം എടുത്തത്. ആരോപണം ഉണ്ടായപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി. അതോടൊപ്പം തന്നെ വളരെ ശക്തമായിട്ടുള്ള നിലപാട് മുന്നോട്ട് കൊണ്ടുപോയി. അദ്ദേഹത്തിന് കിട്ടിയ ഒരു ആരോപണം അദ്ദേഹം പൂർത്തിവെക്കുകയല്ല ചെയ്തത്. അദ്ദേഹം അധികം ഏതെങ്കിലും നേതാക്കന്മാർ ഡിസ്കസ് ചെയ്തത് അദ്ദേഹത്തിന് കിട്ടിയ ആരോപണം 1-2 മണിക്കൂറുകൾക്കകം തന്നെ അദ്ദേഹം സംസ്ഥാന പോലീസ് ഭരിക്കുന്നത് ഞങ്ങളല്ലല്ലോ, CPM-ന്റെ. അപ്പോൾ അവർ ഭരിക്കുന്നല്ലോ. അത് കഴിഞ്ഞ് ആ ആരോപണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പാർട്ടിയിലെ പല തലങ്ങളിലും ചർച്ച ചെയ്തിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നേതാക്കന്മാരുമായിട്ട് ചർച്ച ചെയ്തു. ഇത് അങ്ങനെ ആലോചിച്ചിട്ട് നേതാക്കന്മാരുടെയൊക്കെ തന്നെ കൺസൾട്ടേഷൻ നടത്തി തീരുമാനമെടുത്തു. ഈ തീരുമാനം ഒരു രാഷ്ട്രീയ പാർട്ടി എടുത്ത ഏറ്റവും വേഗത്തിലുള്ള തീരുമാനമാണ്. കേരളത്തിൽ ഒരുപാട് തീരുമാനങ്ങൾ ഇതുപോലുള്ള തീരുമാനം കണ്ടിട്ടുണ്ട്. തീരുമാനമേ എടുക്കാറില്ല പല പാർട്ടികളും. സംരക്ഷിക്കുകയാണ് പതിവ്. സംരക്ഷിച്ചില്ല എന്ന് മാത്രമല്ല ഏറ്റവും എക്സ്ട്രീമായിട്ടുള്ള ആക്ഷനിലോട്ട് കോൺഗ്രസ് പോയി. ഇത് ഏറ്റവും വേഗത്തിലെടുത്ത ഒരു തീരുമാനം തന്നെയാണ്. അതിനകത്ത് പാർട്ടിയിൽ എടുക്കേണ്ട ഒരു ഇമ്മീഡിയറ്റായി നടത്തേണ്ട ചില കൺസൾട്ടേഷൻ നടത്തി എന്ന് വിളിച്ചാൽ ബാക്കിയൊന്നുമില്ല. കൃത്യമായ സന്ദേശമാണ് കോൺഗ്രസ് ഈ കാര്യത്തിൽ നൽകിയിരിക്കുന്നത്. ഈ കാര്യത്തിൽ വരും ദിവസങ്ങൾ കാണാമല്ലോ. ജനം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ നിങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഈ വിഷയത്തിലേക്ക് ചർച്ച ചെയ്യാണ്. ജനം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ട ഒരുപാട് സുപ്രധാന കാര്യങ്ങൾ ഈ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ കാര്യത്തിൽ പാർട്ടിയുടെ കമന്റ് നിങ്ങൾ എന്നോട് ചോദിച്ചു. അതിന് എന്റെ മറുപടി പറഞ്ഞു. കൂടുതലായിട്ട് ഞാൻ പറഞ്ഞല്ലോ മറുപടി.